അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ ടി അശോക് കുമാർ രചിച്ച മയ്യഴി ജനാഭിലാഷത്തിൻ്റെ നാൾവഴികൾ എന്ന പുസ്തകം ഫെബ്രുവരി 27-ന് വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ തീർത്ഥ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ മാഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെയ്തൽ പതിപ്പകം പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥം സിക്കിംഗ് ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ് പ്രകാശനം ചെയ്യും. വൈകുന്നേരം 5 മണിക്ക് ഹോട്ടൽ തീർത്ഥ ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖ സാഹിത്യകാരൻ എം മുകുന്ദൻ പുസ്തകം ഏറ്റുവാങ്ങും. ചലച്ചിത്ര ശബ്ദകലാകാരിയും സാമൂഹ്യ പ്രവർത്തകയുമായ ഭാഗ്യലക്ഷ്മി മുഖ്യപ്രഭാഷണം നടത്തും. പുതുച്ചേരി സംസ്ഥാനത്ത് 38 വർഷമായി മുടങ്ങിക്കിടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പൊതു താൽപര്യ ഹർജിയിലൂടെ നടത്താൻ വഴിയൊരുക്കിയത് അഡ്വക്കേറ്റ് ടി അശോക് കുമാറാണ്. മയ്യഴിയിലെ നിരവധി പൊതുപ്രശ്നങ്ങൾ മദ്രാസ് ഹൈക്കോടതി, ഇന്ത്യയുടെ സുപ്രീം കോടതി എന്നിവിടങ്ങളിൽ ഫയൽ ചെയ്ത കേസുകളിലൂടെ പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടങ്ങളുടെ അനുഭവങ്ങളും മയ്യഴിയുടെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലവും ആവിഷ്കരിക്കുന്ന കൃതിയാണ് ഈ പുസ്തകം. അഡ്വക്കേറ്റ് എ പി അശോകൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ നെയ്തൽ പതിപ്പകം എഡിറ്റർ ഡോക്ടർ മഹേഷ് മംഗലാട്ട് പുസ്തക പരിചയം നടത്തും. പുതുച്ചേരി മുൻ ഡെപ്യൂട്ടി സ്പീക്കർ പി കെ സത്യാനന്ദൻ, ഡോക്ടർ വി രാമചന്ദ്രൻ, വടക്കൻ ജനാർദ്ദനൻ എന്നിവർ ആശംസകൾ അർപ്പിക്കും. സ്വാഗത സംഘം ചെയർമാൻ അനിൽ പള്ളൂർ സ്വാഗതവും കൺവീനർ വിജേഷ് പുത്തലത്ത് നന്ദിയും പറയും. 200 രൂപ വിലയുള്ള പുസ്തകം റിലീസ് ദിനത്തിൽ 50% കിഴിവിൽ റിലീസ് വേദിയിലെ നെയ്തൽ പതിപ്പകത്തിന്റെ കൗണ്ടറിൽ ലഭ്യമാകും. ഒരുപാട് വിഷയങ്ങൾ കഴിഞ്ഞ 38 കൊല്ലമായിട്ട് നടക്കാത്ത പ്രദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് നിയമ പോരാട്ടത്തിലൂടെ വിധി സമ്പാദിക്കുകയും ആ തെരഞ്ഞെടുപ്പ് നടക്കുകയും അതിനുശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുകയും സുപ്രീം കോടതിയിലേക്ക് വീണ്ടും കോടതിയിൽ പരിഗണിക്കുകയാണ് കേസ്. അപ്പം അങ്ങനെ ദൈനംദിനമായ വ്യവഹാരങ്ങളിൽ മുഴുവനും ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ അതിനുപരിയായിട്ട് ഹൈവേയുടെ വിഷയത്തിലായിക്കോട്ടെ അങ്ങനെയുള്ള ഒരു ജനകീയനായിട്ടുള്ള ഒരു വക്കീലില്ലേ, എല്ലാവർക്കും അറിയാവുന്ന ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാർക്കും പ്രിയങ്കരനായിട്ടുള്ള അശോക് വക്കീലിൻ്റെ പുസ്തകമാണ്. ഒരു ചരിത്ര പുസ്തകമാണ്. ചരിത്രം കേവലം ഒരു മാഹിയെ സംബന്ധിച്ചിടത്തോളം മാഹിയിലെ ചരിത്രം എന്ന് പറയുന്നത് സി ചേർനാടിൻ്റെ ഒരു പുസ്തകവും പിന്നെ വരുൺ രമേശിൻ്റെ ഒരു പുസ്തകമാണ്. പക്ഷെ അതിനേക്കാൾ മികച്ചതൊന്നും. വാർത്താ സമ്മേളനത്തിൽ അനിൽ പള്ളൂർ, മഹേഷ് മംഗലാട്ട്, അഡ്വക്കേറ്റ് ടി അശോക് കുമാർ, പി പി റിയാസ്, വിജേഷ് പുത്തലത്ത്, പി കെ വത്സരാജ് എന്നിവർ പങ്കെടുത്തു.